ഹാർട്ടിൽ ബ്ലോക്ക് വന്നാൽ എല്ലായ്പ്പോഴും ഡോക്ടർമാർ അവിടെ ബ്ലോക്ക് നീക്കിയിട്ട് ഒരു മെറ്റലിൻ്റെ ട്യൂബ് സ്റ്റെൻഡ് ഇട്ട് കൊടുക്കും. എന്നാൽ ഈ സ്റ്റെൻഡ് അവിടെ പെർമനൻ്റ് ആയി നിൽക്കുന്നത് കൊണ്ട് തന്നെ ചില ആളുകൾക്കെങ്കിലും അവിടെ നീർക്കെട്ട് വരാനും വീണ്ടും ബ്ലോക്ക് വരാനും ബ്ലഡ് ക്ലോട്ട് ആവാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. മാത്രമല്ല രക്തം കട്ടി ഉറക്കുന്ന മരുന്ന് ജീവിതകാലം മുഴുവൻ കഴിക്കാൻ നമ്മൾ നിർബന്ധിതരായി തീരുകയും ചെയ്യും. എന്നാൽ ഇതിന് പകരം ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു പുതിയ ചികിത്സ ഉണ്ട്. അതിലെന്താ ചെയ്യാന്ന് വെച്ചാൽ ബ്ലോക്ക് നീക്കാൻ സ്റ്റെൻഡ് ഉപയോഗിക്കുന്നില്ല, ഒരു പ്രത്യേക തരം വീർപ്പിക്കുന്ന ബലൂൺ ഉപയോഗിക്കും. ഈ ബലൂൺ സാധാരണ ബലൂൺ അല്ല. ഈ ബലൂണിന്റെ പുറത്ത് ഒരു സ്പെഷ്യൽ മരുന്ന് പുരട്ടിയിട്ടുണ്ടാവും. ഈ മരുന്ന് രക്തധമനി വീണ്ടും ചുങ്ങാതിരിക്കാൻ സഹായിക്കുന്നുണ്ട്. ബ്ലോക്കിനകത്ത് വെറും 60 സെക്കൻഡ് നേരം തുടർച്ചയായിട്ട് ഈ ബലൂൺ വീർപ്പിച്ചു വെച്ചാൽ ഈ സ്പെഷ്യൽ മരുന്ന് രക്തധമനിയിൽ ഇടിച്ചു കയറിയിട്ട് വീണ്ടും ബ്ലോക്ക് വരാതിരിക്കാൻ സഹായിക്കുകയാണ്. ഈ ചികിത്സയുടെ പേരാണ് DCB ആൻജിയോപ്ലാസ്റ്റി. 90% ഇതിന്റെ സക്സസ് റേറ്റ്. പക്ഷേ എല്ലാ ബ്ലോക്കുകൾക്കും ഇത് ഉപയോഗിക്കാൻ പറ്റണമെന്നില്ല. രക്തധമനികൾ സ്റ്റെൻഡ് ഇടാൻ പറ്റാത്ത അത്ര ചെറുതാണെങ്കിൽ, അതല്ലെങ്കിൽ സ്റ്റെൻഡിനകത്ത് വീണ്ടും ബ്ലോക്ക് വന്നതാണെങ്കിൽ DCB ചികിത്സ വളരെ വളരെ നല്ലതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹാർട്ടിന് ബ്ലോക്ക് വരുമ്പോൾ സ്റ്റെൻഡ് വേണമെന്ന് പറയുകയാണെങ്കിൽ ഡോക്ടറോട് ഡിസ്കസ് ചെയ്യുക. DCB ചികിത്സ സാധ്യമായ സാഹചര്യമാണോ അല്ലേ എന്നുള്ളത്. അതുവഴി ദീർഘകാലം മരുന്ന് കഴിക്കുന്നതിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിച്ചേക്കാം.